السلام عليكم ورحمة الله وبركاته. الحمد لله الذي بنعمته تتم الصالحات، وأشهد أن لا إله إلا الله وحده لا شريك له في أرضه ولا في سمائه، وأشهد أن نبينا محمدا عبده المصطفى ورسوله المرتضى، وأنه خاتم الأنبياء وإمام الأتقياء وسيد المرسلين وخليل رب العالمين، فكل دعوى النبوة بعده فغي وهوى، وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الحدي حدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله أكبر الله أكبر الله أكبر، لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തിപ്പാലിക്കുന്ന കാര്യത്തിൽ ശക്തമായ ശ്രദ്ധയും സൂക്ഷ്മമായ കാൽവെപ്പുകളും സക്രിയമായ ഇടപെടലും സദാ ഉണ്ടാവണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ തൃപ്തി ലഭിക്കുന്ന പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് റാഹത്തായി കണ്ണടക്കാനുള്ള സൗഭാഗ്യം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിയയിൽ ജനിച്ച മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട്
പെരുന്നാൾ ആഘോഷിക്കുന്ന ബലിപെരുന്നാളിൻ്റെ സുന്ദരമായ മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ജീവനായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ ആദർശത്തിൻ്റെ പോർക്കളത്തിൽ അടിപതറാതെ ഉറച്ചുനിന്ന തൗഹീദിന്റെ ആണിക്കല്ലായി ഈമാനിന്റെ നിറകുടമായി പ്രവർത്തിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാത്ത, അവിടുത്തെ ത്യാഗനിർഭരമായ ചരിത്രത്തെ സ്മരിക്കാത്ത ഒരു പെരുന്നാളും വിശ്വാസികൾക്ക് കഴിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രമല്ല, ഏതൊരു വിശ്വാസിയും അവന്റെ ഓരോ ദിവസത്തിലും പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ ഏറ്റവും ഉന്നതമായ ആരാധനാ കർമ്മമായി പഠിപ്പിച്ച, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നിസ്കാരമാണെന്ന് പഠിപ്പിച്ച ആ നിസ്കാരത്തിൽ ഓരോ വക്തിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ നാം ഓർക്കുന്നുണ്ട്. ആ ഇബ്രാഹിം നബിയെ പോലെ പ്രവാചകനെ ആക്കണേ, നമ്മുടെ നബിയെയും നീ ആക്കണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് പറയാതെ നമ്മുടെ നിസ്കാരം സ്വീകാര്യമല്ല. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മേലും കുടുംബത്തിന്റെ മേലും നീ രക്ഷയും സമാധാനവും നൽകിയതുപോലെ മുഹമ്മദ് നബിയിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും രക്ഷയും സമാധാനവും നീ ചൊരിയണേ എന്നാണ് നമ്മൾ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരുടെ ശൃംഖലയിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന, സ്വർഗത്തിലേക്ക് ഒന്നാമനായി പ്രവേശിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു കൽപ്പിച്ചത് ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين ثم أوحينا إليك പിന്നീട് നബിയെ നിനക്ക് നാം വഹി നൽകിയിരിക്കുന്നു. അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ, രുജുമനസ്കനായ നേരായ പാതയിൽ ഉറച്ചു നിന്ന, തെല്ലും വ്യതിചലിക്കാത്ത ഇബ്രാഹിമിന്റെ പാതയാണ് നീ പിൻപറ്റേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനോട് കൽപ്പിക്കുകയാണ്. ഇത്രമാത്രം ലോക മുസ്ലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ സ്മരിക്കപ്പെടാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും നീ ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കാൻ മാത്രം ആ ഇബ്രാഹിം നബിയുടെ ജീവിതം തെളിയിച്ച അത്ഭുത രഹസ്യം എന്താണ്? ആ ഇബ്രാഹിം നബിയുടെ പരിശുദ്ധമായ ജീവിതം അടയാളപ്പെടുത്തിയ ആ നന്മ എന്താണ്? ആ മാതൃക എന്താണ്? ഇതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങളാണ് ഈദിന്റെ സന്ദേശമായി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് തന്നെ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ. ഇബ്രാഹിം നബി ആരാണ്? കാന ഉമ്മത്തൻ എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. ഒരു സമുദായമാണ് എന്നാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം, ഒരു സമുദായം എന്നാണ്. അപ്പൊ ഒറ്റക്കുള്ള ഇബ്രാഹിം നബിയെ അള്ളാഹു ഒരു സമുദായം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം, ഒരു സമുദായം ചെയ്തു തീർക്കുന്ന അത്രയും മഹത്തരമായ കാര്യങ്ങൾ ദീനിന്റെ രംഗത്ത്, പ്രബോധന രംഗത്ത് ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതുകൊണ്ടാണ്. തുടർന്ന് ഇബ്രാഹിം നബിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായ ധാരാളം മാതൃകകൾ
വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ ഒരു വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് പറഞ്ഞത് വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹുദൈവ വിശ്വാസി ആയിരുന്നില്ല. തുടർന്ന് അല്ലാഹു അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഒരു ഗുണം പറഞ്ഞു, ശാകിറൻ ലിഅൻഉമിഹി എന്നാണ്. ഇബ്രാഹിം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു, അടിമയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ നന്ദി കാണിക്കുന്നത് കാരണത്താൽ ഇജ്തബാഹു, അദ്ദേഹത്തെ നാം തെരഞ്ഞെടുത്തു, വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം, ഏറ്റവും രുജുവായ പാതയിലേക്ക് നാം അദ്ദേഹത്തെ നയിച്ചു. വആതൈനാഹു ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ നന്മകൾ നാം അദ്ദേഹത്തിന് നൽകി. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, പരലോകത്തും ഇബ്രാഹിം നബി ഏറ്റവും സ്വാലിഹീങ്ങളായ ഉത്തമരിൽ പെട്ടവനായിരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ഏറ്റവും നല്ലൊരു ഗുണമായി പറഞ്ഞത് നന്ദിയുള്ള അടിമയാകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൗതികമായി അനുഭവിച്ചതിനേക്കാൾ എത്രയോ 10 മടങ്ങ് അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പെരുന്നാളിന്റെ സന്ദർഭത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്രയോ മുസ്ലിമീങ്ങളായ പാവപ്പെട്ട കുഞ്ഞുങ്ങളും സ്ത്രീ പുരുഷരും എല്ലാം വേദനിക്കുന്ന പെരുന്നാളില്ലാതെ അങ്ങേയറ്റം സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടി കലങ്ങിയ കണ്ണുകളുമായി വിതുമ്പുന്ന ചുണ്ടുകളുമായി പിടക്കുന്ന ഹൃദയവുമായി ഒരു അല്പനേരം പോലും പെരുന്നാളിന്റെ സന്തോഷമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ തക്ബീർ ധ്വനികൾ പറയാൻ കഴിയാതെ അത്രയും ഭീതിജനകമായ നിർഭയത്വം ഇല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന സാഹചര്യം എത്രയോ ആളുകൾക്കുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞവരാണ്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. യാതൊരു പ്രയാസവുമില്ലാതെ പെരുന്നാൾ ആഘോഷിക്കാൻ ഈ പള്ളിയിൽ വന്ന് പെരുന്നാളിന്റെ സുദിനത്തിൽ പങ്കിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന ഒരു ഗൗരവമേറിയ ചിന്തയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ തൃപ്തപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ എത്രത്തോളം നന്ദിയുള്ളവരായി നമ്മൾ മാറുന്നുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ പടച്ചവൻ നൽകിയ കൈകാലുകൾ വെച്ചുകൊണ്ട്, അള്ളാഹു നൽകിയ അവയവങ്ങൾ വെച്ചുകൊണ്ട്, റബ്ബ് നൽകിയ ബുദ്ധി കൊണ്ട്, റബ്ബ് നൽകിയ ശേഷി കൊണ്ട് റബ്ബിനെ തന്നെ ധിക്കരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ വല്ലാത്ത അത്ഭുതമാണ് എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുന്നത് പോലെ റബ്ബ് നൽകിയ എല്ലാ ഈ അനുഗ്രഹങ്ങളെയും ആസ്വദിച്ച് നമ്മൾ നന്ദി കെട്ട അടിമകളായിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുതിര തന്റെ യജമാനനോട് കാണിക്കുന്ന ആ നന്ദി സൂചകമായ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, മനുഷ്യൻ ഇത്രയും അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ടും നന്ദിയില്ലാത്ത നന്ദി കെട്ടവനായി ജീവിക്കുന്നു എന്നാണ്. എന്നാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നന്ദിയുള്ളവരായി തീരണം എന്നുള്ളതാണ്. ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും റബ്ബിനെ മറക്കാതെ നന്ദിയുള്ളവരായി ജീവിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നന്ദിയുള്ളവരായി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് ഇരട്ടിയായി നൽകുമെന്നതാണ് റബ്ബിന്റെ വാഗ്ദാനം. ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി കാണിച്ചോ അള്ളാഹു ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. എന്നാൽ വലയിൻ കഫർതു, നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ റബ്ബിനോട് നന്ദി ഇല്ലാത്തവരാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിച്ചു മനസ്സിലാക്കുന്നില്ല എന്നത്. ആരാണ് എൻ്റെ റബ്ബ്? എൻ്റെ റബ്ബിനോട് എന്നോടുള്ള ബാധ്യത എന്താണ്? എനിക്ക് എൻ്റെ റബ്ബിനോടുള്ള ബാധ്യത എന്താണ്? എൻ്റെ റബ്ബ് എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത്? റബ്ബിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ പഠനം നമുക്കില്ല എന്നുള്ളതാണ്
റബ്ബിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരവും നന്ദികേടും എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന സർവ്വ തിന്മകൾക്കുമുള്ള അടിസ്ഥാന കാരണവും മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദുകൾ അർപ്പിക്കുന്ന, മുസ്ലിം നാമധാരികളായി ജീവിക്കുന്ന, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ വരെ അള്ളാഹുവിനെ ധിക്കരിച്ച് യാതൊരു ബോധമില്ലാതെ, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ, മരിക്കുമെന്ന പേടിയില്ലാതെ ജീവിക്കുന്നതിന്റെ പ്രധാന കാരണം അള്ളാഹുവിനെ പഠിച്ച് മനസ്സിലാക്കിയില്ല എന്നതാണ്. അള്ളാഹിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. റബ്ബിനെ പഠിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. റബ്ബിനോടുള്ള എല്ലാ അനുസരണക്കേടും ഇല്ലാതായി തീരും, നന്ദിയുള്ളവരായി തീരും എന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നുവെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരാണ് എന്നതാണ്. റബ്ബിനെ കുറിച്ച് അറിയാൻ നമുക്ക് താല്പര്യമില്ലേ? നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എണ്ണി എണ്ണി പറയുന്നുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ. അല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിച്ചു തന്നവനാണ്. ഫഅഖ്റജ ബിഹി മിനസ്സമറാതി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനമായി കൊണ്ട് അവൻ ആകാശത്തു നിന്ന് മഴവെള്ളം ഇറക്കിക്കൊണ്ട് കായ്ക്കനികൾ പുറപ്പെടുവിച്ചു തന്നവനാണ്. വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹ്രി ബിഅംരിഹി, കടലിലൂടെ അവന്റെ അനുമതി പ്രകാരം നിങ്ങൾക്ക് വേണ്ടി കപ്പലുകളെ അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വസഖറ ലക്കുമുൽ അൻഹാർ, പുഴകളെയും നിങ്ങൾക്ക് വേണ്ടി അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബീൻ, സ്ഥിരമായി സഞ്ചരിക്കുന്ന നിലയിൽ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹു ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു എണ്ണി പറഞ്ഞു. വീണ്ടും പറഞ്ഞു വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, അടിമകളെ നിങ്ങൾ ചോദിച്ച, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് നാം നൽകി. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണാൻ കഴിയില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് അള്ളാഹിനെ മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നില്ല എന്നതാണ്. ഇങ്ങനെ നന്ദി കെട്ടവരായി ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മിൽ അധികം ആളുകൾക്കും ഉള്ളത്. അത് മാറണം. അതിൽ ഇബ്രാഹിം നബിയിൽ നമുക്ക് മാതൃകയുണ്ട് എന്നതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. രണ്ടാമത്തെ, അതിനേക്കാളും മഹത്തരമായ മറ്റൊരു പാഠം, നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ഈ പ്രഖ്യാപനം ജീവിതത്തിൽ അന്വർത്ഥമാക്കി കാണിക്കാൻ ഇബ്രാഹിം നബിയെ പോലെ നമുക്ക് സാധിക്കണം എന്നതാണ്. നമ്മൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ചൊല്ലുന്നതാണ് അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അതിൽ നമുക്ക് തർക്കമില്ല, സംശയമില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അത് ഏറ്റു പറയുന്നുമുണ്ട്. എന്നാൽ കേവലം നാവുകൊണ്ട് അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമുണ്ടാകുമോ? ഒരിക്കലും ഇല്ല എന്നതാണ്. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹ് ഇല്ല, ആരാധ്യനില്ലെന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി മറ്റുള്ള എല്ലാ അള്ളാഹു അല്ലാത്ത പടപ്പുകളിലേക്കും ഉയരുന്ന പ്രാർത്ഥനകൾ ഇല്ലാതായി തീരണം എന്നതാണ്. അള്ളാഹു അക്ബർ എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് എന്ന് പറയുന്നതോടുകൂടി അവൻ തെളിയിക്കുന്നത് എന്താണ്? അവൻ അംഗീകരിക്കുന്നത് എന്താണ്? എനിക്ക് എൻ്റെ സ്വന്തം ജീവനേക്കാളും, എൻ്റെ കുടുംബത്തെക്കാളും, എൻ്റെ വീട്ടുകാരെക്കാളും, നാട്ടുകാരെക്കാളും, എല്ലാ മനുഷ്യരെക്കാളും എൻ്റെ റബ്ബാണ് എനിക്ക് വലുത്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്നോട് ലോകം മുഴുവനും കൽപ്പിച്ചാലും ഞാനത് നിർവഹിക്കുകയില്ല. റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്നോട് ആര് പറഞ്ഞാലും, അതിൻ്റെ പേരിൽ എന്തു പ്രയാസം വന്നാലും എനിക്ക് അള്ളാഹുവാണ് വലുത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാൾക്കും ഞാൻ തലകുനിക്കുകയില്ല. എൻ്റെ റബ്ബിനാണ് ഞാൻ എല്ലാ അർത്ഥത്തിലുള്ള അനുസരണയും കാണിക്കുക. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു പടപ്പിനെയും ഞാൻ പേടിപ്പിക്കുകയില്ല എന്നുള്ള ആ ഒരു ആശയമാണ് അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലൂടെ നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അന്വർത്ഥമാക്കി കാണിക്കേണ്ടത്. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു അക്ബർ എന്ന് ആത്മാർത്ഥമായി ചൊല്ലുന്നവരാണെന്ന് കരുതുന്ന, അങ്ങനെ അള്ളാഹു അക്ബർ
1000 വട്ടവും 10000 വട്ടവും ഒക്കെ നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലി പറയുകയും തൊട്ട് ശേഷം അല്ലാഹു അക്ബറിന്റെ ഘടകവിരുദ്ധമായ എനിക്ക് ഏറ്റവും വലിയവൻ അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ട് ശേഷം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു ഏറ്റവും കടുത്ത പാപമായി പഠിപ്പിച്ച, അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയാത്ത മറ്റെല്ലാ തിന്മകളെക്കാളും, വ്യഭിചരിക്കുന്നതിനേക്കാളും, കള്ളു കുടിക്കുന്നതിനേക്കാളും, വ്യഭിചാരത്തെക്കാളും, കള്ളുകുടിയേക്കാളും, മറ്റുള്ള എല്ലാ നീചവൃത്തികളെക്കാളും കടുത്ത പാപമെന്ന് ഇസ്ലാം പഠിപ്പിച്ച ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നുള്ളത് കടുത്ത കൊടിയ പാപമാണെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന് നൽകേണ്ടുന്ന പ്രാർത്ഥനകൾ, വഴിപാടുകൾ, നേർച്ചകൾ, ദിക്റുകൾ, ഇതെല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന, അള്ളാഹു കാണും പോലെ പ്രവാചകർ, സ്വാലിഹീങ്ങൾ, പണ്ഡിതന്മാർ, ഉലമാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന് നൽകേണ്ടുന്ന ആരാധനകളുടെ അംശം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന ശിർക്കിലാണ് സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകളും ഇന്ന് കഴിയുന്നത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നു, അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ഉറക്കെ പറയുന്നു. പക്ഷെ അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിർക്കിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ പടപ്പുകളോടാണ് ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബിനോട് ചോദിക്കുന്നത് മനസ്സിനൊരു പ്രയാസം പോലെ. അള്ളാഹിനോട് നേരിട്ട് എങ്ങനെ ചോദിക്കുക? റബ്ബ് തരുമോ? അതേ അവസരത്തിൽ ജാറത്തിന്റെ അരികിൽ പോയി അവിടെയുള്ള ആ മരിച്ചു കിടക്കുന്ന മഹാനോട് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു പ്രതീക്ഷയാണ്. എൻ്റെ എല്ലാ പ്രയാസവും ഇതാ മാറിക്കിട്ടും, ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്, ഇന്ന് എൻ്റെ വലിയ ഒരു മഹാനോടാണ് എൻ്റെ പ്രയാസം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് പരിഹാരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേ ഒരു പ്രതീക്ഷ അള്ളാഹുവിനോട് ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉണ്ടാവുന്നില്ല എന്നതാണ്. ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച് അതിന് ഘടകവിരുദ്ധമായ ശിർക്കിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, വഴിപാടുകൾ, നേർച്ചകൾ, മറ്റുള്ള ആരാധന കർമ്മങ്ങൾ റബ്ബല്ലാത്തവർക്ക് കൊടുക്കുന്ന അവസ്ഥ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞ് പാളീസാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, നഷ്ടക്കാരികളായി തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ ഇത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് കഴിയണമെന്നതാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നിസ്കാരത്തിൽ കളി കളിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. 5 നേരം നമസ്കാരം നിർവഹിക്കേണ്ട വിഷയത്തിൽ വീഴ്ച വരുത്താൻ നമുക്ക് പാടില്ല. നമ്മൾ അല്ലാഹു അക്ബർ ആത്മാർത്ഥമായി പറയുന്നവരാണെങ്കിൽ ഇങ്ങനെ റബ്ബിന് കൊടുക്കേണ്ടുന്ന നിർബന്ധമായ ആരാധനകളിൽ ഒരു തെല്ലും പോലും അതിൽ വീഴ്ച വരാതെ അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു അക്ബർ എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അല്ല എങ്കിൽ വെറുതെ ഒരു ദിക്ർ പോലെ, വെറുതെ പറയുന്നത് പോലെയായി തീരും. അതിന് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല, യാതൊരു പ്രതിഫലനവും ദുനിയാവിലും ഉണ്ടാവില്ല, പരലോകത്തും ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി കാണിച്ചു തന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, അതിനനുസൃതമായിട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി. ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും വന്നപ്പോഴും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ഈ പ്രഖ്യാപനങ്ങളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആയുധമായി, ഇന്ധനമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന പാഠമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമത്തെ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വലിയ ഒരു പാഠമാണ്. ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ നമുക്ക് വരും, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വരും. ജീവിതം തന്നെ നശിപ്പിക്കാൻ തോന്നുന്നത്രയും പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സമുദായത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും എല്ലാം നമുക്ക് മാറി മാറി കടന്നു വരും. പ്രത്യേകിച്ചും ശരിയായ ഒരു ആശയം സ്വീകരിച്ചാൽ, ശരിയായ ആദർശത്തിൽ ഉറച്ചു നിന്നാൽ അതിൻ്റെ പേരിൽ, ദീനിന്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക. എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവും, കളിയാക്കും, കൂക്ക് വിളിക്കും, പല തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അത്തരം സന്ദർഭത്തിൽ ജീവിതത്തിൽ എന്തൊരു പരീക്ഷണം വന്നാലും, ആദർശ രംഗത്താവട്ടെ മറ്റുള്ള ദുനിയാവിന്റെ കാര്യത്തിലാവട്ടെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ അടിപതറാതെ, തോറ്റുകൊടുക്കാതെ, എൻ്റെ റബ്ബെനിക്ക് പരിഹാരം നൽകുന്നവനായി, എൻ്റെ റബ്ബെനിക്ക് തുണയായിട്ടുണ്ട്, ആരൊക്കെ എന്നെ പ്രയാസപ്പെടുത്തിയാൽ അള്ളാഹു ഉണ്ട് എന്ന ആ ഒരു വല്ലാത്ത വിശ്വാസം, ആ കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു അനന്തര ഫലം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നു എന്ന മഹത്തായ പാഠമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. എത്രയെത്ര പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്, എന്തൊക്കെ ഗുരുതരമായ പീഡനങ്ങളാണ്
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏൽക്കേണ്ടി വന്നത്. പച്ചയായ ആദർശം പറഞ്ഞതിന്റെ പേരിൽ, തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം കൃത്യമായി ഉപ്പയുടെ മുമ്പിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ പിതാവ് എങ്ങനെയാണ് സ്വീകരിച്ചത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം നബി തന്റെ പിതാവിനോട് പറഞ്ഞു, ഇദ് ഖാല ലി അബീഹി യാ അബതി, അല്ലയോ എന്റെ പൊന്നു പിതാവേ. വളരെ സ്നേഹത്തിന്റെ ശൈലിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ തുബ്സിറു വലാ തുഗ്നി അൻക ശൈഅ. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാത്ത, യാതൊരു ഗുണവും ചെയ്യാത്ത, ഒന്നും കേൾക്കാത്ത, ഒന്നും കാണാത്ത ഈ വിഗ്രഹങ്ങൾക്ക്, ബിംബങ്ങൾക്ക് എന്തിന് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണം? എന്തിനതിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിയോട് തിരിച്ചു പറഞ്ഞത്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, നീ എന്താണ് പറയുന്നത്? എന്റെ ആരാധ്യന്മാരിൽ നിന്ന് നീ തിരിഞ്ഞു നിൽക്കുകയാണോ? അവരെ എല്ലാം വെടിയണമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും അത് സാധ്യമല്ല. ഇല്ലം തംതഹി. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഈ ഒരു വാദത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ലഅർജുമന്നക, നിന്നെ എറിഞ്ഞു ഓടിക്കുക തന്നെ ചെയ്യും. വഹ്ജുർനി മലിയ, വളരെ വിദൂരമായ ഒരു കാലത്തേക്ക് നീ എന്നിൽ നിന്ന് മാറിപ്പോകണം, നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന വല്ലാത്തൊരു രംഗമാണ് ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി അവിടെ തളർന്നില്ല. വലിയൊരു പരീക്ഷണമാണ്. സ്വന്തം പ്രിയപ്പെട്ട ഉപ്പയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രയാസം ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളത് വലിയൊരു പരീക്ഷണമാണ്. ഇബ്രാഹിം നബി തളർന്നില്ല. അവിടെ അദ്ദേഹം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അവസാനിച്ചോ? പിന്നീട് വല്ലാത്ത വലിയ വലിയ പരീക്ഷണങ്ങൾ തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട ഒരു കുട്ടിയായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഒരുപാട് കാലത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്മായിൽ നബി എന്ന കുഞ്ഞിനെ ലഭിക്കുന്നത്. വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കാരണം അത്രയും പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്, മകനാണ്. എത്ര സ്നേഹം ഉണ്ടാവും ഒരു ഉപ്പക്ക് ആ ഒരു കുട്ടിയുടെ വിഷയത്തിൽ. ആ കുട്ടിക്ക് ഒരു അല്പം പോലും ഒരു പ്രയാസമേൽക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അത്രയും സൂക്ഷ്മതയോടെയും കരുതലോടെയും ആയിരിക്കും ആ കുട്ടിയെ വളർത്തുക. അങ്ങനെയുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലഭിച്ചതിന് ശേഷം തൻ്റെ ഉപ്പയുടെ കൂടെയൊക്കെ പരിശ്രമിക്കാനുള്ള ഒരു പ്രായത്തിൽ എത്തുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. ഫലമ്മാ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം നബിയുടെ കൂടെയൊക്കെ ഇങ്ങനെ പണിയെടുക്കാനുള്ള ഒരു പ്രായത്തിലേക്ക് എത്തിയ സമയത്ത് അള്ളാഹു പറഞ്ഞു, എന്താണ്? അറുക്കണം, മകനെ അറുക്കണമെന്നാണ് പറയുന്നത്. ഒരു മകനെ അറുക്കണമെന്നൊക്കെ പറയുന്നത് സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ഉപ്പക്ക് എത്ര പ്രയാസം ഉണ്ടാവും. അത് അള്ളാഹാണ് പറയുന്നത്. അള്ളാഹു പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല, എന്തായാലും അനുസരിക്കേണ്ടി വരും. ഇബ്രാഹിം നബിയുടെ അള്ളാഹ് പറഞ്ഞതാണ്, നിന്റെ മകനെ അറുക്കണം. ഇബ്രാഹിം നബിയുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും? എത്ര സങ്കടം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. തിരിച്ചൊരു ന്യായീകരണം പോലും നടത്തുന്നില്ല. അള്ളാഹിനോട് ചോദിക്കായിരുന്നു, അള്ളാഹു ഇത്ര വലിയൊരു പ്രയാസം വേണോ? കുറേ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ മകനാണ്, മകനോടുള്ള ജീവിച്ചിട്ടുള്ള ആ ഒരു കൊതി തീർന്നിട്ടില്ല. റബ്ബേ, ഈ ഒരു തീരുമാനം മാറ്റിത്തരുമോ എന്ന് ഇബ്രാഹിം നബിക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അള്ളാഹിനോട് പറയുന്നില്ല. റബ്ബിന്റെ കൽപ്പനയാണ്, പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇബ്രാഹിം നബി മുന്നോട്ട് തന്നെയാണ് നീങ്ങുന്നത്. എന്നിട്ടോ പ്രിയപ്പെട്ട ആ മകന്റെ അരികിൽ വന്നിട്ടാണ് ചോദിക്കുന്നത്, ഇബ്രാഹിം നബി, യാ ബുനയ്യ, പൊന്നു മോനെ, ഇന്നി അറാഫിൽ മനാം, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. മോനോട് വന്നിട്ട് പറയാണ്, സ്വപ്നം കണ്ടിട്ടുണ്ട്, റബ്ബ് പറയാണ് നിന്നെ അറുക്കണമെന്ന്, എന്താണ് ചെയ്യേണ്ടത്? മകനോട് അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ ആ മകനായ ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന മറുപടിയാണ്. ഖാല യാ അബതി, എന്റെ പൊന്നു പിതാവേ, ഇഫ്അൽ മാ തുഅമർ, നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ ക്ഷമിക്കുന്നവരിൽ നിങ്ങൾക്ക് കാണാമെന്നാണ്. ഒരു കുട്ടി പറയാണ് തൻ്റെ പിതാവിനോട്, നിങ്ങൾ അറുത്തുകൊള്ളുക എന്നെ, റബ്ബ് പറഞ്ഞത് അനുസരിക്കൂ, ഞാൻ ക്ഷമിച്ചു നിൽക്കാമെന്ന് ആ ഒരു പ്രിയപ്പെട്ട മകനായ പിഞ്ചു കുഞ്ഞായ ആ ചെറിയ ഇളം പ്രായത്തിലുള്ള ഇസ്മായിൽ നബി പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം നല്ല ഒരു തർബിയത്താണ് ആ കുട്ടിക്ക് ഉപ്പയിൽ നിന്ന് ലഭിച്ചത് എന്നതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കൾ ഇസ്മായിലുമാരെ വളരണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? നല്ല ഒരു അനുസരണയുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മൾ പണിയെടുക്കുന്നത്. അതിനാണ് അവർക്ക് വേണ്ടി പല രൂപത്തിൽ നമ്മൾ ത്യജിക്കുന്നത്. എന്നാൽ നമ്മുടെ മക്കൾ ഇസ്മായിലുമാരായി മാറണമെങ്കിൽ രക്ഷിതാക്കളായ നമ്മൾ ഈ പറഞ്ഞ ഇബ്രാഹിം നബിയെ പോലെയുള്ള വാപ്പമാരായി മാറണമെന്നതാണ്.
അങ്ങനെ ഒരു അനുസരണയുള്ള മകനെ കിട്ടാൻ ഇബ്രാഹിം എന്ന ഉപ്പയാണ് കാരണക്കാരൻ. അദ്ദേഹത്തിന്റെ അത്രയും നല്ല സ്വഭാവമാണ്, റബ്ബിനോടുള്ള അനുസരണ കണ്ടുകൊണ്ടാണ് ഇസ്മായിൽ നബി വളരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല മകൻ അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ നമ്മുടെ മക്കൾ നന്നാകാനുള്ള ഏറ്റവും നല്ല പരിഹാരം ആരാണ് പ്രിയപ്പെട്ടവരെ? അത് മറ്റുള്ളവരല്ല, ഡോക്ടറല്ല, കൗൺസിലർ അല്ല, ഉസ്താദല്ല, മറിച്ചോ നമ്മുടെ മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗം ഒന്നാമതായി ഉപ്പമാരായ നമ്മളാണ്, രക്ഷിതാക്കളായ നമ്മളാണ്. നമ്മളെ കണ്ടുകൊണ്ടാണ് മക്കൾ പഠിക്കുന്നത്. ആ നമ്മൾ നന്നായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല അനുസരണയുള്ള പ്രതീക്ഷ നൽകുന്ന, നമുക്കും സ്വന്തത്തിനും സമൂഹത്തിനും ഗുണം പിടിക്കുന്ന, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരലോകത്ത് താങ്ങും തണലും തുണയായി മാറുന്ന, സദഖത്തുൻ ജാരിയയായി തീരുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറും. അതും നമ്മുടെ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് കാണുന്ന വലിയൊരു പാഠമാണ്. അതുകൊണ്ട് മക്കളെ വളർത്തുന്ന വിഷയത്തിലും ഈ ഒരു മാതൃക നമ്മൾ പിൻപറ്റണം എന്നുള്ളതാണ്. ഇങ്ങനെ പരീക്ഷണത്തോട് പരീക്ഷണം ഇബ്രാഹിം നബി സഹിച്ചു. അതുപോലെ തന്നെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലിട്ട സംഭവം നമുക്കറിയാം. ഉന്നതമായ വലിയ വിപുലമായ രൂപത്തിലുള്ള തീക്കുണ്ടാരമാണ് ഒരുക്കിയിട്ടുള്ളത്. മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ വരെ കത്തിച്ചാമ്പലാകുമാറുള്ള അത്രയും ഭീതിജനകമായ തീക്കുണ്ടാരമാണ്. ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ ഇട്ട് ഇബ്രാഹിം നബിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതിലേക്ക് ഇട്ട് കരിയുന്ന അത്തരമൊരു സന്ദർഭമുണ്ടായി. ഇബ്രാഹിം നബി തളർന്നില്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്കെന്റെ റബ്ബ് മതി, അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നൊരു പ്രതീക്ഷ, യാതൊരു പേടിയുമില്ല. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തെ സഹായിച്ചു. ആ തീയെ തണുപ്പാക്കി റബ്ബ് മാറ്റി. ഇബ്രാഹിം നബിയെ അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തി. ഇങ്ങനെ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ജീവിതത്തിൽ നേരിട്ട എല്ലാ രംഗങ്ങളിലും സഹിക്കാൻ റബ്ബിന്റെ പരീക്ഷണമാണ്, നല്ല ഒരു അനന്തര ഫലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോയി. അവസാനം എന്ത് സംഭവിച്ചു? എല്ലാത്തിലും രക്ഷപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നേരത്തെ പറഞ്ഞ ആ കുട്ടിയുടെ വിഷയത്തിൽ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സഹിച്ചപ്പോൾ അള്ളാഹു പകരമായി അദ്ദേഹത്തിന് മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. അവസാനം അള്ളാഹു പറഞ്ഞു, സദ്ദഖത റുഅയ, ഈ ഒരു സ്വപ്നത്തെ നിങ്ങൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. സതജിദുനി ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അള്ളാഹു പറഞ്ഞു, ഇങ്ങനെയാണ് മുഹ്സിനീങ്ങളായ സുഹൃദം ചെയ്യുന്ന ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തുന്നത്, വിജയിപ്പിക്കുന്നത്, അവരെ സഹായിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയൊന്നും അല്ലെങ്കിലും പല പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഈ പരീക്ഷണങ്ങളിൽ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് സഹിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. നമ്മൾ അടിപറതറാൻ പാടില്ല. ചെറിയൊരു പ്രയാസം വരുമ്പോൾ തളരാൻ പാടില്ല. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും ദുർബലപ്പെടാൻ പാടില്ല. അവിടെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ നല്ല അനന്തര ഫലം ദുനിയാവിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള പാഠമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ക്ഷമാശീലരായി നമ്മൾ തീരണം എന്നതാണ്. അതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന മഹത്തരമായ പാഠം. ഇങ്ങനെ നിരവധി പാഠങ്ങളാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ, ഈ പെരുന്നാളിൻ്റെ ഈ ഒരു സുദിനത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കാനുള്ള സുദിനമാണ്, ആഘോഷമാണ്. ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് കാര്യത്തെയാണ് ഒരാൾ ആഘോഷം എന്ന് പറയുന്നത്? സന്തോഷിക്കുന്ന സന്ദർഭങ്ങളെയാണ് ആഘോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് കേവലം നമസ്കാരവും കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങി കഴിച്ചു കൂട്ടാനുള്ളതല്ല. മറിച്ച് പെരുന്നാളിൻ്റെ എല്ലാ സന്തോഷവും നേടിയെടുക്കാൻ നമുക്ക് പറ്റുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കുടുംബ വീടുകൾ സന്ദർശിക്കാൻ നമുക്ക് ഈ ഒരു അവസരത്തിൽ സാധിക്കണം. എത്രയോ ഒരുപാട് കാലങ്ങളായി ബന്ധപ്പെടുത്താത്ത, ചേർന്ന് നിൽക്കാത്ത കുടുംബങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടാകും. കാണാൻ കഴിയാത്ത കുടുംബങ്ങൾ ഉണ്ടാവും. അത്തരം കുടുംബ സന്ദർശനം നടത്തുവാനും ഏറ്റവും ചുരുങ്ങിയത് അവരെ ഒന്ന് വിളിച്ച് ആ ബന്ധം പുതുക്കാനൊക്കെ ഈ ഒരു പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം എന്നതാണ്. പല ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരവും കൂടി കഴിഞ്ഞതോടുകൂടി എല്ലാം തീർന്നു. പിന്നെ വീട്ടിൽ ചെന്ന് നേരെ ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങുന്ന അവസ്ഥയാണ്. വേറെ ഒന്നും ചെയ്യൂല, എവിടെയും സന്ദർശിക്കൂല. അങ്ങനെ ആ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷത്തെയും ആ ഒരു സുഖത്തെയും ആ നിസ്കാരം കഴിഞ്ഞതോടുകൂടി നിർത്തുന്ന ഒരവസ്ഥ. ഇതൊരിക്കലും ശരിയല്ല എന്നതാണ്. അള്ളാഹു അനുവദിച്ചു തന്ന രൂപത്തിലുള്ള എല്ലാ സന്തോഷവും അത് നമ്മൾ പ്രകടിപ്പിക്കണം എന്നതാണ്. റബ്ബിനെ മറക്കാൻ പാടില്ല എന്ന് മാത്രം. അള്ളാഹ് കൊടുക്കേണ്ടുന്ന നിർബന്ധമായ നിസ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പെരുന്നാളിൻ്റെ ദിവസം നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, കുടുംബത്തോടൊപ്പം സന്തോഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വർഷങ്ങളോളമായി ചെറിയ ചെറിയ നിസ്സാരമായ കാരണത്തിൻ്റെ പേരിൽ കുടുംബ ബന്ധത്തെ
ചേർക്കാതെ ആ ബന്ധത്തിൽ വിള്ളലേറ്റുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കാരണത്തിന് പേരിൽ കുടുംബത്തിൽ പ്രശ്നമാണ്. സ്വന്തം സഹോദരനെ പോലും പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. സ്വന്തം ഉമ്മയോട് പോലും സംസാരിക്കാത്ത പിണങ്ങി നിൽക്കുന്ന, സ്വന്തം ഉപ്പയോട് പോലും ബന്ധം വിച്ഛേദിച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, എന്തുമാവട്ടെ, അറ്റുപോയ കുടുംബ ബന്ധത്തെ കൂട്ടിച്ചേർക്കാനുള്ള നല്ല അവസരമായിട്ട് ഈ പെരുന്നാളിന്റെ സുദിനത്തെ നമ്മൾ കാണണം. കാരണം ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബ ബന്ധം ചേർക്കാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. എത്ര വലിയ പാപമാണ്! സ്വർഗത്തിൽ അവനക്ക് പ്രവേശനമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യം നല്ല ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു അവസരമാണിത്. ഈ പെരുന്നാളിന്റെ ദിവസത്തിലേക്ക് നമ്മൾ പോയി ആ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിദ്വേഷങ്ങളും മാറിക്കിട്ടുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസം സ്വതക്ക നിർവഹിക്കുക എന്നുള്ളത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ദാനധർമ്മത്തിന്റെ കാര്യത്തിലും നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം സ്വതക്കയായി നിർവഹിക്കാൻ ഈ പെരുന്നാളിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതിനോടൊപ്പം രോഗസന്ദർശനം പോലെയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും അടുത്ത നമ്മുടെ ആദർശ ബന്ധുക്കളും ഒറ്റൊക്കെയായി പല രോഗങ്ങൾ കൊണ്ട് പെരുന്നാളിന്റെ ദിവസം പള്ളിയിലൊന്നും വരാൻ കഴിയാതെ സങ്കടപ്പെടുന്ന അവസ്ഥയിലുണ്ടാവും. അവരൊക്കെ ഒന്ന് സന്ദർശിക്കാനുള്ള സമയം കണ്ടെത്തി അതൊക്കെ ചെയ്താൽ വലിയ പുണ്യകരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ ഈ പെരുന്നാളിനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ എല്ലാ നന്മകളും നേടിയെടുത്തുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും നേടിയെടുത്തുകൊണ്ട് ഈ പെരുന്നാളിനെ കഴിച്ചു കൂട്ടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിലുള്ള ഏറ്റവും ചിട്ടയാർന്ന സന്തോഷകരമായ ഒരു പെരുന്നാളായി ഈ പെരുന്നാളിനെ കഴിച്ചു കൂട്ടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പെരുന്നാളില്ലാതെ, പെരുന്നാൾ സന്തോഷിക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ പലതരത്തിലുള്ള മാനസികവും ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പരിഹാരം നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.